അഭിഷേകം മന്ന എന്ന വചന സദസ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം സങ്കീർത്തന പുസ്തകം 81 അധ്യായത്തിന്റെ 7-ാമത്തെ വചനം. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. മെരുവാ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. എന്റെ ജനമേ കേൾക്കുക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അന്യദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെയും നമസ്കരിക്കരുത്. കർത്താവ് മിസ്രമിന്റെ നടുവിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ചുകൊണ്ട് തേനും പാലും ഒഴുകുന്ന ഒരു കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, അവരൊന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു കർത്താവ്, അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തൊരു കർത്താവ്, ആർക്കു വേണ്ടി രാവും പകലും എന്ന പോലെ കൂടെ നടന്നൊരു കർത്താവ്, രാത്രി ദീപസ്തംഭവും പകൽ മേഘത്തൂണും അവർക്ക് സംരക്ഷകനായി എന്നും അവരുടെ കൂടെയുള്ള കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. വഴി തീർന്ന ചെങ്കടലിൽ തീരത്ത് മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് കരുതി നിൽക്കുന്നിടത്ത് ദൈവം മോശ മുഖാന്തരം ചെങ്കടലിനെ രണ്ടായി പകുത്തു. ചെങ്കടലിലേക്ക് വലിയൊരു കാറ്റടിച്ചു. ആ കാറ്റിൽ ഒരു മതിലുപോലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിഞ്ഞു നിന്നു. ആ ചെങ്കടലിന്റെ നടുവിലൂടെ ദൈവം ഇസ്രായേൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെയും കൊണ്ട് കർത്താവ് പോകുക. കണ്ടോ, കർത്താവ് രാവും പകലുമില്ലാതെ പരിപാലിക്കുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളെ അവൻ കൈവിടാത്ത ദൈവമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ജനമാണ് കർത്താവ് പാറയിൽ നിന്ന് വെള്ളം കൊടുത്തപ്പോഴും, അവർക്ക് വിശന്നപ്പോൾ ഭക്ഷണം കൊടുത്തപ്പോഴും, രാവും പകലുമില്ലാതെ അവരെ പരിപാലിച്ച് അത്ഭുതങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും നടന്നിട്ടും ആ ജനം കർത്താവിന് വിരോധമായി മുന്നോട്ട് പോകുക. ദൈവകൽപ്പനയ്ക്ക് വേണ്ടി ദൈവം മോശയെ വിളിച്ച് കൽപ്പന പലകയുമായി താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ജനം, എന്റെ ജനമേ കേൾക്കുക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അവർ കേട്ടില്ല. എന്തുകൊണ്ട്? 9-ാമത്തെ വചനത്തിൽ, അന്യദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെയും നമസ്കരിക്കരുത്. അവരെന്ത് ചെയ്തു? ദൈവത്തിന് വിരോധമായി കാളക്കുട്ടിയെ ഉണ്ടാക്കി നമസ്കരിച്ചു. പ്രിയമുള്ളവരെ, നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന, നമ്മളെ എപ്പോഴും കൂടെ നടത്തുന്ന നമ്മുടെ കർത്താവിന്റെ കൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുമെങ്കിൽ, ഈ വചന സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വരുന്നെങ്കിൽ, നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചെങ്കിൽ ഈ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഈ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചോളും. തന്റെ മക്കളെ അവൻ പരിപാലിച്ച് നടത്തിക്കോളും. ഈ കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ എല്ലാവരുടെ മേലും ഉണ്ടാകുമാറാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.